ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ വിവിധ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഡൽഹി പോലീസ് ഈ പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടില്ലെങ്കിലും ഡൽഹി പോലീസിന്റെ വിലക്ക് മറികടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. യുവാക്കളാണ് ഈ പ്രതിഷേധിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയല്ല ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. പകരം സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഒരു ജോയിന്റ് പ്രൊട്ടസ്റ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ഗേറ്റിന് സമീപം ഈ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഡൽഹിയിലെ വായു ഇപ്പോൾ സാധാരണ മനുഷ്യന് ശ്വസിക്കാൻ സാധിക്കുന്നതിലേക്കും അപ്പുറത്തേക്ക് മലിനമായിരിക്കുന്നു. 300-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. 0-നും 50-നും ഇടയിൽ എത്തിയാൽ മാത്രമേ വായു മനുഷ്യന് ശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കണക്കുകൾ. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് 300-ന് മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക പോകുകയാണ്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇത്തവണ വലിയൊരു പ്രതിഷേധവുമായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ തന്നെ പ്രതിഷേധവുമായി ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. സാധാരണ നിലയിൽ പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥലമല്ല ഇന്ത്യ ഗേറ്റ് എന്നുള്ളത്. എന്നാൽ ഇന്ത്യ ഗേറ്റിൽ ഇത്തവണ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. കാരണം അത്രയധികം വായു ഗുണനിലവാരം മോശമായിരിക്കുന്നു. ആളുകൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നതിലേയും അപ്പുറത്തേക്ക് വായു മോശമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി ഡൽഹിയിലെ യുവാക്കൾ രംഗത്തിറങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. സർവകലാശാലയിലെ വിദ്യാർത്ഥികളടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വായു ശ്വസിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. എല്ലാ വർഷവും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ വായു മലിനീകരണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ സമയത്ത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താറില്ല. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ വായു ഗുണനിലവാരം മോശമാകുന്നത്. അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഒരു കർശനമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകണം. സുപ്രീം കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് സമരക്കാർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഡൽഹിയിൽ നേരത്തെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പാളിപ്പോവുകയായിരുന്നു. കോടിക്കണക്കിന് രൂപ കൃത്രിമ മഴ പെയ്യിക്കാനായിട്ട് സർക്കാർ ചെലവഴിച്ചെങ്കിലും മഴ പെയ്തില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇനിയും കൃത്രിമ പെയ്യിക്കുമെന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്ന് അതുണ്ടാകും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പോലീസ് എന്തായാലും ഈ പ്രതിഷേധം തടഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിന്റെ ഒരു വശത്തേക്ക്, അതായത് ഇന്ത്യ ഗേറ്റ് ഉള്ള പ്രധാന ഭാഗത്തേക്ക് ഇപ്പോൾ വിലക്കാണ്. അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാരിക്കേഡ് കെട്ടി ഒരു വശത്തേക്ക് ആളുകളെ മാറ്റിയിരിക്കുകയാണ്. ഇവിടെ പ്രതിഷേധിക്കാൻ പാടില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത് ഇന്ത്യ ഗേറ്റ് ആണ്, നിരവധി ആളുകൾ വരുന്നൊരു സ്ഥലമാണ്, ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരിടമാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ ജന്തർ മന്ദിറിൽ അനുമതി മേടിച്ച് ജന്തർ മന്ദിറിൽ പോയി പ്രതിഷേധിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിരവധി പോലീസ് വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ സമരക്കാരെ തടയാനായിട്ടാണ് ഇത്തരം സന്നാഹങ്ങൾ ഉൾപ്പെടെ ഡൽഹി പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ സമാധാനപരമായിട്ടാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അക്രമാസക്തമാവുകയാണെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ടാണ് ഈ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഡൽഹി പോലീസ് നിർത്തിയിരിക്കുന്നത്. യുവാക്കൾ എന്തായാലും ഇവിടെ തടിച്ചുകൂടിയ ആളുകൾ, ഇവർ ഡൽഹി നിവാസികളാണ്, ഡൽഹിയിൽ ജീവിക്കുന്ന ആളുകളാണ്, ഡൽഹിയിൽ ജോലിയെടുക്കുന്ന ആളുകളാണ്, ഡൽഹിയിലെ വിവിധ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരെല്ലാവരുമാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധവുമായിട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ഇന്ത്യ ഗേറ്റിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.